യാത്രയിലുടനീളം പ്രധാനമായും ഉയർന്നു വന്ന ഒരു വിഷയം മുനമ്പം വഖഫിനെ കുറിച്ചായിരുന്നു. അതിന് ഞങ്ങൾ വളരെ ക്ലിയറായ ആ നയം പറഞ്ഞിട്ടുമുണ്ട്. അത് ഞാൻ പല പണ്ഡിത സഭകളുടെയും നയങ്ങളും സമീപകാലത്ത് പറയുന്നതായിട്ട് കേട്ടു. എല്ലാം ഒരേ രീതിയിൽ തന്നെയാണ്. വഖഫ് എന്ന് പറയുന്നത്, അതിനെക്കുറിച്ച് വലിയ തെറ്റിദ്ധാരണ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. വഖഫ് എന്ന് പറയുന്നത് എവിടെയെങ്കിലും കടന്നു കയറുന്ന ഒരു എലമെൻ്റാണ്. ഏതെങ്കിലും ഒരു ഭൂമിയെക്കുറിച്ച് ഞാൻ വഖഫ് എന്ന് പറഞ്ഞ് നാളെ അങ്ങോട്ട് ചെല്ലാം, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. വഖഫ് ബോർഡിന് തീരുമാനിക്കാം ഇത് വഖഫാണോ അല്ലേ എന്നുള്ള ഒരു വാക്ക് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. ഒരു വഖഫ് ഭൂമി, അതിനെക്കുറിച്ച് തർക്കമുണ്ടായാൽ അതാണോ അല്ലേ എന്ന് പറയേണ്ടത് ആരാണ്? വഖഫ് ബോർഡാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ താങ്കളുടെ ഭൂമി വഖഫാണോ അല്ലേ എന്ന് വഖഫ് ബോർഡിന് തീരുമാനിക്കാം, എൻ്റെ ഭൂമി വഖഫാണോ അല്ലേ എന്ന് തീരുമാനിക്കാം എന്നല്ല. ഒരാൾക്ക് ഹലാലായ നിലക്ക് തനിക്ക് ലഭിച്ച സമ്പത്ത്, താൻ വില കൊടുത്ത് വാങ്ങിയതോ പാരമ്പര്യമായി കിട്ടിയതോ ആയ മുതൽ, അതുമാത്രമേ വഖഫ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ വഖഫ് ചെയ്താൽ അതിന് ഒരു ഉടമസ്ഥനുണ്ട്, അപ്പോൾ അതിനൊരു ഓണറുണ്ട്. അപ്പോൾ ഒരാളുടെ ഓണർഷിപ്പിൽ മറ്റൊരാൾ കയറി കൂടിയാൽ എന്താണ് ചെയ്യുക? മുനമ്പത്തെ ഭൂമി വഖഫിൻ്റെ ഭൂമി തന്നെയാണ് എന്നൊരു ഭാഗത്തൊരു നിലപാടുണ്ട്. അത് വഖഫ് ഭൂമി അല്ല എന്നൊരു നിലപാടുണ്ട്. ഏതിനൊപ്പമാണ്? അത് രേഖ പരിശോധിച്ചിട്ട് പറയേണ്ടതാണ്.